ഏകദേശം 100ഓളം റേസുകളിൽ 269 മരണം. ഈ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മോട്ടോർ സ്പോർട്ടാണിത്. ഒട്ടുമിക്ക ആൾക്കാർക്കും മോട്ടോർ ബൈക്ക് റേസിംഗ് എന്നൊക്കെ പറയുമ്പോൾ മോട്ടോ GP എന്നുള്ളൊരു പേരായിരിക്കും തലയിലേക്ക് വരിക. പക്ഷെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ മോട്ടോ GP വെറും ശിശു മാത്രമാണ്. ഏകദേശം 60 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ട്രാക്കാണ് ഇത്തരം റേസുകളിൽ ഉപയോഗിക്കുന്നത്. അതും ഇവിടുത്തെ ഓരോ ബൈക്കുകളും 10,000 to 16,000 RPM കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ ബൈക്കുകളുടെ എക്സ്ട്രീം പെർഫോമൻസ് ആണ് ഈ 60 കിലോമീറ്റർ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മോട്ടോ GP അത് ഫോർമുല 1 കാണുന്ന പോലത്തെ ഒരു ക്ലോസ് സർക്യൂട്ട് ആയിട്ടുള്ള ട്രാക്കാണ്, ഒരുപാട് സേഫ്റ്റി ഒക്കെ ഉള്ള ഒരു ട്രാക്ക് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല. ഇവര് റേസ് ചെയ്യുന്നത് പബ്ലിക് റോഡുകളിലാണ്. വളരെയധികം വീതി കുറഞ്ഞ 2 ലൈൻ റോഡിൽ കൂടെയാണ് 200-250 km/h ആവറേജ് സ്പീഡിൽ ഇവർ ഓടിക്കുന്നത്. നിങ്ങളുടെ വീടുകളുടെ മുന്നിലുള്ള പഞ്ചായത്ത് റോഡിൽ കൂടെ ഒരു 250 കിലോമീറ്റർ വേഗതയിൽ ഒരു ബൈക്ക് പോയാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജീവൻ മരണ പോരാട്ടമാണ് ഈ റേസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. വീഡിയോ ഗെയിമിലൊക്കെ കളിക്കുന്ന പോലെ രണ്ടാമത് ഒരു ചാൻസ് നമുക്ക് കിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഇവർ റേസ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ മരണപ്പെടും. മോട്ടോ GPക്കോ ഫോർമുല 1 സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര റിസ്ക് ഉള്ള ഒരു റേസ് ആണ് ഇത്. ഇതിന്റെ പേരാണ് ഐൽ ഓഫ് മാൻ TT. ഇവിടെ TT എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ട്രയലിനല്ല, പകരം ടൂറിസ്റ്റ് ട്രോഫി എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഈ റേസ് പല കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റോക്ക്, സൂപ്പർ സ്പോർട്ട്, സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാറ്റഗറീസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈഡ് കാർ റേസിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ അപകടം എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് സൂപ്പർ സ്റ്റോക്ക് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ എടുക്കാം. അതായത് പേര് കേൾക്കുന്നത് പോലെ തന്നെ സ്റ്റോക്ക് ബൈക്കുകൾ, അതായത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന സൂപ്പർ ബൈക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ഹെവിലി മോഡിഫൈ ചെയ്തിട്ട് ഈ റേസിന് ഉപയോഗിക്കും. ബൈക്ക് മോഡിഫിക്കേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുക ആക്രി പോയിക്ക് എക്സോസ്റ്റ് ഒക്കെ കുത്തി കയറ്റിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയെടുക്കുന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് വരിക. അതും അല്ലെങ്കിൽ ECU റീമാപ്പിംഗ്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്, കോൾഡ് എയർ ഇൻടേക്ക്, പിഗി ബാങ്ക് ECU, ഫ്യൂവൽ എക്സ്, കസ്റ്റം ആയിട്ടുള്ള ഫേംവെയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് നമുക്ക് തോന്നുക. അല്ലെങ്കിൽ പോട്ടെ ഫുൾ മെക്കാനിക്കൽ സൈഡ് എടുക്കുകയാണെങ്കിൽ കസ്റ്റം കാർബറേറ്റർ, വലിയ ബോറുള്ള കാർബറേറ്റർ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. പിന്നെയും എക്സ്ട്രീം ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ അൾട്രാ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാം ഷാഫ്റ്റുകൾ, അതിനകത്തുള്ള ഫ്ലൈ വീലുകൾ, അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിന് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സംഭവം അല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ചെയിസിന് ഡിസൈൻ മാറ്റുന്നുണ്ട്, ഇവിടെ ഗിയർ ബോക്സിന് ഡിസൈൻ മാറ്റുന്നുണ്ട്, ടയറിന്റെ ലെങ്ത് കൂട്ടുന്നുണ്ട്, അതായത് വീൽ ബേസ് കൂട്ടുന്നുണ്ട്. ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് മുഴുവനും ഈ ബൈക്കിൽ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പെർഫോമൻസിനും സ്പീഡിനും വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ 4 സ്ട്രോക്ക് വണ്ടികൾ ഒരു 16,000-18,000 RPM ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവരുടെ കൈവശമുള്ള ബൈക്കിന്റെ എഞ്ചിനിന്റെ അകത്ത് നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന മാക്സിമം പെർഫോമൻസ് അവരതിൽ നിന്ന് ഊറ്റിയെടുക്കുന്നു. എന്നിട്ട് ഇത്രയും അധികം എക്സ്ട്രീം ആയിട്ടുള്ള വെഹിക്കിൾസ് ഓടിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സാധാരണ പഞ്ചായത്ത് റോഡ് പോലുള്ള പബ്ലിക് റോഡുകളിൽ. ഇത് ഇത്ര അധികം എക്സ്ട്രീം ലെവലിൽ കിടക്കുന്ന ഒരു റേസ് ആയതുകൊണ്ടാണ് 269 ആൾക്കാർ 100 റേസുകളിൽ മാത്രം മരണപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ടണൽ വിഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഈ വാക്ക് കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഒരു സംഭവം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഈ വാക്കും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു വണ്ടി കയറിയിട്ട് ഒരു നിശ്ചിത വേഗത്തിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഇവിടെ വണ്ടിയുടെ വേഗത കൂടുന്നതനുസരിച്ച് നമ്മുടെ കണ്ണുകളിലേക്ക് കയറി വരുന്ന ഒരു പ്രകാശമില്ലേ, ഒരു വെട്ടമില്ലേ, അതിനെ നമ്മുടെ തലച്ചോറ് പ്രോസസ് ചെയ്തിട്ട് ഒരു ഇമേജ് ആക്കാനുള്ള സമയം കുറഞ്ഞു വരും. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, വാഹനത്തിന്റെ വേഗത കൂടുന്നതനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയ ഒരു സ്ഥലം മാത്രമായിരിക്കുള്ളൂ. അതിന്റെ സൈഡിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് കാണാൻ കഴിയാത്തതിന്റെ കാരണം ബാക്കിയുള്ള സ്ഥലത്തുള്ള ഇൻഫോർമേഷനുകളൊന്നും നമ്മുടെ കണ്ണുകളിലേക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു 100-120 km/h സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റോഡിന്റെ വിഷനൊക്കെ കാണാൻ കഴിയും. പക്ഷെ ഐൽ ഓഫ് മാൻ TT റേസിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 200-250 km/h ഒക്കെയാണ്. ഇത്രയും അധികം വേഗത ഉള്ളതുകൊണ്ട് തന്നെ മുന്നിൽ എന്താണോ ഉള്ളത് എന്ന് നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള സമയമൊക്കെ വളരെ വളരെ ചെറുതായിരിക്കും. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ ആണ് ഈ വണ്ടി വളയ്ക്കാനും തിരിക്കാനൊക്കെ നമുക്ക് വേണ്ടത്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഈ റേസിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളെയും ഈ ബൈക്കിനെ മാത്രമാണ്. ആ റോഡിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. ഇത്തരം റേസുകളിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം, നല്ല പ്രാക്ടീസും വേണം. അപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ശരിക്കും എന്താണ് ഈ റേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ ആരാണ് ആദ്യം എത്തുന്നത് അവരാണ് ഇങ്ങനെ ഫസ്റ്റ് അടിക്കുന്നത്. അപ്പോ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്?
മുമ്പേ പറഞ്ഞ പോലെ 60 കിലോമീറ്റർ ആണ് ഈ റേസിന്റെ ട്രാക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ആയിട്ടുള്ള ഒരു ലാപ്പാണ്. അത് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സർക്കിൾ അടിച്ച് പോകാൻ പറ്റുന്ന ഒരു ലാപ്പാണ്. അങ്ങനത്തെ 6 ലാപ്പാണ് ഒരു റേസിന്റെ അകത്തുള്ളത്. അപ്പൊ ടോട്ടലി പറയുകയാണെങ്കിൽ 360 കിലോമീറ്റേഴ്സ് ആണ് ഈ ഫുൾ റേസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ 360 കിലോമീറ്ററും ഈ ബൈക്ക് ഇത്രയും വേഗതയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 360 കിലോമീറ്ററും ആരാണ് ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരാണ് ജയിക്കുന്നത്. ഇത്ര അധികം റിസ്ക് എടുത്ത് ഒരു റേസ് ജയിച്ചാലാവട്ടെ നമുക്ക് ആകെ കിട്ടുന്നത് 22 ലക്ഷം രൂപ മാത്രമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ പ്രൈസ് മണിയിലല്ല കാര്യം ഇരിക്കുന്നത്, ആ റേസിലാണ്, ആ ഒരു സ്പിരിറ്റിലാണ്. ഐൽ ഓഫ് മാൻ TDയിൽ റേസ് ചെയ്യുന്നത് ഇതിനോട് താല്പര്യമുള്ളവർ മാത്രമാണ്. ഈ മോട്ടോർ സ്പോർട്ടിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഒരു സംഭവത്തിന് മുതിരുള്ളൂ. അത് മാത്രമല്ല ഇവരുടെ കൈവശമുള്ള മോഡിഫിക്കേഷൻ സ്കിൽസ് എല്ലാം ഷോക്കേസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇവന്റും കൂടി ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, 60 കിലോമീറ്റർ വെറും 16 മിനിറ്റ് 36 സെക്കൻഡും കൊണ്ട് ഒരാൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വേൾഡ് റെക്കോർഡ് ടൈറ്റിലും കൂടിയാണ്. പീറ്റർ ഹിക്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അച്ചീവ്മെന്റ് നടത്തിയെടുത്തത്. ഇദ്ദേഹം ഈ 60 കിലോമീറ്ററും 220 km/h സ്പീഡ് ആവറേജിലാണ് ഇദ്ദേഹം പൊക്കോണ്ടിരുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആ ട്രാക്കിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ F1 മൂവിയുടെ അവസാനത്തെ ഒരു സീനൊക്കെ ഇല്ലേ, അതിൽ പറയുന്ന പോലെ പുള്ളി പറന്നാണ് പൊക്കോണ്ടിരുന്നത്. ഇവിടുത്തെ വേറൊരു സംഭവം എന്താണെന്നറിയോ, ഈ റേസ് കാണാനായിട്ട് ഒരുപാട് കാണികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരാളുടെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോ ഇത്ര അധികം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു റേസ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിചാരിക്കുക ഒരു സേഫ് ആയിട്ട് ഒരു 100 മീറ്റർ ഒക്കെ അകലത്തിൽ മാറി നിൽക്കുന്ന ഒരു ഗാലറിയിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതിനിധി ആയിരിക്കും നമുക്ക് എല്ലാവർക്കും വിചാരിക്കുക. പക്ഷെ അത് അങ്ങനെയൊന്നല്ല. നമ്മളിപ്പോ ഒരു സാധാരണ പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ ആൾക്കാർ ഇങ്ങനെ എത്തി നോക്കി നിൽക്കില്ലേ, അതേപോലെയാണ് ഇവിടുത്തെ കാണികൾ നിൽക്കുന്നത്. അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ബൈക്കുകളെല്ലാം ഈ കാണികളുടെ തൊട്ടടുത്തോട് ഇങ്ങനെ പോയിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം ഓരോരുത്തരുടെ കയ്യിലുമാണ് ഈ റേസിന് മുഴുവൻ ഇരിക്കുന്നത്. മോട്ടോർ സൈക്കിൾ റേസിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് MotoGP എന്ന് പറയുന്ന ഒരു വാചകം മാത്രമായിരിക്കും. ഒട്ടുമിക്കവരുടെ മനസ്സിലേക്ക് ആ ഒരു സംഭവം മാത്രമായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കണ്ടുനോക്കുക. അതിന്റെ ആ ഒരു എക്സ്ട്രീംനെസ്സും അതിന്റെ ബൈക്ക് ബിൽഡിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കാം. ഇവര് ചെയ്യുന്ന മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അത്ര അധികം ഇംപ്രസീവ് ആണ് ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുമ്പോൾ. ഈ റേസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ ഓടിക്കുന്ന ആൾക്കാരുടെ റിസ്ക് ആണ്. ബൈക്ക് പ്രാന്തന്മാർ അല്ലെങ്കിൽ ബൈക്കിനോട് അത്ര അധികം അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം സംഭവങ്ങളിലൊക്കെ കയറിപ്പെടുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഐൽ ഓഫ് മാൻ TD എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒട്ടുമിക്ക ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, വഴിയില്ല. അതിന്റെ ചിലപ്പോൾ റീൽസും വീഡിയോസ് ഒക്കെ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് എന്താന്നുള്ള ഒരു കാര്യം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുകൊണ്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു ഷെയറോ ലൈക്കൊക്കെ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. 60 കിലോമീറ്റർ ദൂരം വെറും 16 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന ഒരു റേസ് നമ്മുടെ ലോകത്തുണ്ട്.